ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു അച്ചാറാണ്. പാവയ്ക്കായും മാങ്ങയും ക്യാരറ്റും ചേർത്ത് ഒരു അച്ചാർ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാവയ്ക്ക നീളത്തിലരിഞ്ഞത് 1.5 കപ്പ്, ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് 1 കപ്പ്, മാങ്ങ നീളത്തിലരിഞ്ഞത് 1 കപ്പ്, വെളുത്തുള്ളി 1/2 കപ്പ്, ഇഞ്ചി 4 ടേബിൾ സ്പൂൺ, കരിവേപ്പില കുറച്ച്, കാന്താരി 15 എണ്ണം, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ, കടുക് 1/4 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വിനാഗിരി 1/4 കപ്പ്, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, നല്ലെണ്ണ 1/4 കപ്പ്. ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഈ പാവയ്ക്കാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു പാവയ്ക്കയാണ്. എന്നിട്ട് നമ്മൾ 2-3 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് കൈവെള്ളം തളിച്ചാൽ മാത്രം മതി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 80% ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കിതങ്ങ് മൂടി വയ്ക്കാം. ആ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോഴേക്കും നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. പാവയ്ക്ക ഒരു 80% വേകാവുള്ളൂ. ആ ക്രഞ്ചിനെസ് പോകാൻ പാടില്ല. ആ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് മാറ്റാം. ഞാനിവിടെ അച്ചാറിടാൻ തുടങ്ങുകയാണ്. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഉലുവയും കടുകും പൊട്ടിക്കിടന്ന് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഞാൻ നീളത്തിൽ തന്നെയാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. നീളത്തിലരിഞ്ഞ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോഴേക്കും കാന്താരി ഉണ്ടെങ്കിൽ നമുക്ക് കാന്താരി ചേർക്കാം. പച്ചമുളകാണെങ്കിൽ പച്ചമുളക് ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇച്ചിരി കാന്താരി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കാന്താരി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ആ ഞെട്ടോടുകൂടി തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയും കുറച്ച് കരിവേപ്പില, ഇഞ്ചിയും കരിവേപ്പിലയും എല്ലാം നന്നായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. മഞ്ഞ കളറിലെ അച്ചാറാണിത്. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. കാന്താരി ഇതിൻ്റെ അകത്ത് കിടന്ന് അതിൻ്റെ ഫ്ലേവർ മൊത്തം ഇറങ്ങിപ്പോൾ നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കണം. മഞ്ഞൾപ്പൊടി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉലുവാപ്പൊടിയും കായപ്പൊടിയും അതുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇനി നമ്മൾ നീളത്തിലരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ക്യാരറ്റിന് ഒത്തിരി വാടുകയൊന്നും വേണ്ട.
ഇതിൽ അല്പം കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ. ഇനി നമുക്കിതിലേക്ക് മാങ്ങയും നീളത്തിൽ തന്നെയാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. രണ്ട് 3 മിനിറ്റും കൂടെ മാങ്ങായും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചേക്കുന്ന പാവയ്ക്കായും കൂടെ ഇട്ട് കൊടുക്കണം. ഇതൊന്നും വെന്ത് പോകാൻ പാടില്ല. ഈ അച്ചാറുണ്ടെങ്കിൽ ചോറുണ്ടാൻ നല്ല ടേസ്റ്റാണ്. വേറെ കറിയൊന്നും വേണമെന്നില്ല. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ ക്യാരറ്റും മാങ്ങയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. നമ്മളതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1 നുള്ള് പഞ്ചസാര, ആ ഉപ്പും പുളിയും എല്ലാം കൂടെ ഒന്ന് നേർക്കാൻ വേണ്ടി 1 നുള്ള് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കും. ഇനി നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തേക്കുവാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ. വളരെ ടേസ്റ്റിയാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് മമ്മിയൊക്കെ ഇതൊക്കെ ഇഷ്ടംപോലെ ഇട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ചൂടാറി കഴിയുമ്പം കുപ്പിയിലേക്ക് ഇട്ട് സൂക്ഷിച്ച് നമുക്ക് വേണ്ടപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.